ഒസോൾട്ട് ബാറ്ററി മേഹം വളരെ ഇൻറ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതിൽ ഒസോൾട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സ്ലൈഡിൽ പറയുന്നത് കേട്ടോ. ബാറ്ററി മേഹം അടുത്തതിൽ ചെയ്യാം, അതാകുമ്പോൾ കുറച്ചൊരു സിമ്പിളായിരിക്കും കുറച്ചും കൂടെ കേൾക്കാനൊക്കെ. അപ്പം ഒസോൾട്ട് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് എൻ ആക്ട് ഓഫ് ഡിഫെൻഡൻറ്റ് വിച്ച് കോസ്റ്റ് ടു ദ പ്ലെയിൻറ്റിഫ് റീസണബിൾ അപ്രഹെൻഷൻ ഓഫ് ഇൻഫ്ലക്ഷൻ ഓഫ് എ ബാറ്ററി ഓൺ ഹിം ബൈ ദ ഡിഫെൻഡൻറ്റ്. ഇത് കേൾക്കുമ്പോൾ വലിയ എന്തോ ആണെന്ന് തോന്നിയാലും വളരെ സിമ്പിളാണ്. നമ്മൾ ഡിഫെൻഡൻറ്റ്, നമ്മൾ പ്ലെയിൻറ്റിഫ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ മേലെ ഒരാൾ കൈ ഓങ്ങുവാണ്, കൈ ഇങ്ങനെ പൊക്കിയിട്ട് അടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എനിക്കൊരു പേടി ഉണ്ടാവും അല്ലേ, ഇയാൾ അടിക്കൂലേ എന്ന് മാത്രം. ആ ഒരു പേടി ഉണ്ടാവുമ്പോൾ തന്നെ അസോൾട്ട് എന്ന് പറയുന്ന ഒരു ഒഫൻസ് അവിടെ കഴിഞ്ഞു, അത് നടന്നു കഴിഞ്ഞു എന്ന് പറയാം. എന്ന് വെച്ചാൽ അതിൻ്റെ ഈ അസോൾട്ടിൻ്റെ എസെൻഷ്യൽസ് ആയ രണ്ടെന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് എസെൻഷ്യൽസ്. അതിലൊന്നാമത്തെ കാര്യം ഡിഫെൻഡൻറ്റ് ഒരു ആക്ട് ചെയ്തിരിക്കണം എന്ന് വെച്ചാൽ ഇവിടെ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് അടിക്കാൻ പോകുന്ന പോലെ നിന്നു അല്ലേ. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ പ്ലെയിൻറ്റിഫായിട്ട് നിൽക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒരു പേടി ഉണ്ടായിരിക്കണം, ഇയാൾ അടിക്കുമോ എന്ന് പേടി ഉണ്ടായിരിക്കണം. അത് ബാറ്ററി ഇൻഫ്ലിക്റ്റ് ആവോ എന്നാണ് പേടിക്കുന്നത്. ബാറ്ററി എന്തായാലും അടുത്ത സ്ലൈഡിൽ പറയാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് മനസ്സിലാവും. RV സെൻറ്റ് ജോർജ് എന്ന് പറയുന്ന ഇതിൽ ഡിഫെൻഡൻറ്റ് പ്ലെയിൻറ്റിഫിനെതിരെ ഒരു അൺലോഡഡ് പിസ്റ്റലാണ് കേട്ടോ ചൂണ്ടിയത്. പക്ഷേ പ്ലെയിൻറ്റിഫ് അവിടെ എന്താണ് ഒരു സ്യൂട്ട് ഫയൽ ചെയ്തു കോമ്പൻസേഷൻ ഫോർ അസോൾട്ട്. അവിടെ അൺലോഡഡ് ആണോ ലോഡഡ് ആണോ എന്ന് എന്തായാലും പ്ലെയിൻറ്റിഫിന് ആ സമയത്ത് അറിയത്തില്ലല്ലോ. പ്ലെയിൻറ്റിഫ് എന്തായാലും പേടിച്ചായിരുന്നല്ലോ. ഇവിടെ രണ്ട് കാര്യങ്ങൾ എസെൻഷ്യൽസും വന്നു, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഡിഫെൻഡൻറ്റ് ഒരു ആക്ട് ചെയ്തു, ആ ആക്ട് ആയിരുന്നു പിസ്റ്റൽ ചൂണ്ടുക എന്ന് പറയുന്നതും. രണ്ടാമത്തെ ആക്ട് നമ്മൾ പ്ലെയിൻറ്റിഫ് പേടിച്ചു അല്ലേ. ആ രണ്ട് ആക്റ്റും കഴിഞ്ഞപ്പോൾ അസോൾട്ട് കംപ്ലീറ്റ് ആയെന്ന് നമ്മളെ കോർട്ടും പറഞ്ഞു. അപ്പോൾ അവിടെ എന്ത് നമ്മൾ ചെയ്യണം എന്ന് പോലുമില്ല, നമ്മൾ അടിക്കണം